അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യണേ കാലത്തെ 10 മണി കഴിഞ്ഞുകൂടാണ്. നമ്മൾ അധികം തിരക്കൊന്നും പിടിക്കാതെ റിലാക്സ് ചെയ്താണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ബ്രിസ്ബെയിൻ കാണാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണേ. അങ്ങനെ നമ്മൾ അക്കോമഡേഷനിൽ നിന്ന് വണ്ടി എടുത്തു. നേരെ എന്താ പറയാ, നേരെ റിവർ സൈഡിലേക്ക് പോവാണേ. അവിടെ നല്ല കാഴ്ചകൾ ഉണ്ടെന്നാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ കാഴ്ചകളെന്ന്. അത് റിവർ സൈഡ് വാക്കാണ്. ഫ്രണ്ട്സ്, നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിംഗ് പ്ലേസിൽ കയറ്റിയിട്ടാ, ഒരു ബിൽഡിങ്ങിനകത്ത്. അപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ ഫീസ് ഇങ്ങനെയാണ്: അരമണിക്കൂറിന് $10, 1 മണിക്കൂർ വരെ $23. അത് അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ $23. അങ്ങനെ അതാണ് റേറ്റ് കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ ഒരു 5-6 മണിക്കൂറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 84 അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നേക്കുന്നത്. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause you try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off, wake up every morning, make a good. അങ്ങനെ നമ്മള് ബ്രിസ്ബെയിൻ സിറ്റിയുടെ സെന്ററിലുള്ള റിവറിന്റെ അടുത്തേക്ക് വന്നേക്കോണേ. നമ്മൾ ഈ റിവറിന്റെ സൈഡിൽ കൂടി ഒന്ന് കുറച്ച് നടക്കാം. പിന്നെ ഇവിടെ ബോട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അതൊക്കെ എല്ലാം ആ ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യമേ വണ്ടിക്ക് ഇവിടെ സിറ്റിയുടെ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടുന്നില്ല. സ്ഥലം ഒരു അരമണിക്കൂർ ഞങ്ങൾ ചുറ്റി. എന്തായാലും അതായത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ല എന്നുള്ള റോഡില്. നമ്മൾ മെൽമെല്ലാം കാണുന്ന പോലെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ സെറ്റപ്പ് വളരെ കുറവാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതും 10 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പാർക്കിംഗ് സെന്റേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് കയറ്റിയപ്പോഴത്തേക്കും ഒരു അരമണിക്കൂറിന് പാർക്ക് ചെയ്യാൻ വേണ്ടി $10, 1 മണിക്കൂർ പാർക്ക് ചെയ്യാൻ വേണ്ടി $23 അങ്ങനെയൊക്കെ അല്ല കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഈ റിവറിന്റെ സൈഡിൽ ഒരു 3-4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. അപ്പം നമ്മൾ വിചാരിച്ചു പിന്നെ നമുക്ക് പ്ലാൻ ഡ്രോപ്പ് ചെയ്യാം, വേറെ അടുത്ത പ്ലാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് സിറ്റിയുടെ പുറത്തേക്ക് യാത്ര തുടങ്ങി കേട്ടോ. അപ്പൊ ഒരു പെട്രോൾ പമ്പിൽ കയറി നമ്മൾ പെട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ പെട്രോൾ പമ്പിൽ കയറിയപ്പോഴത്തേക്കും അവിടെ ആ പമ്പിൽ നിന്ന് വെച്ച ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു പാർക്കിംഗ് എവിടെയെങ്കിലും ഉണ്ടോ, നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ വിക്ടോറിയന്നാണ് അങ്ങനെയൊക്കെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പെട്രോൾ പമ്പിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിന് അതായത് ബസ്സിന് പോയിട്ട് നിങ്ങൾ എവിടെയാ വിസിറ്റ് ചെയ്യേണ്ടത് അവിടെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നോളാൻ വേണ്ടി പറഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെ ബസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പെട്രോൾ പമ്പിന് തൊട്ടപ്പുറത്ത് തന്നെ ബസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ബസ് കയറി ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബസ്സിന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. അതായത് നമ്മുടെ വിക്ടോറിയയില് മൈക്കി കാർഡ് പോലെ ഇവിടെ ഗോ കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയപ്പോഴത്തേക്ക് നമ്മളിൽ ഗോ കാർഡ് ഇല്ല. എന്നാൽ ബാങ്ക് അപ്പൊ ഞാൻ ചോദിച്ചു ബാങ്ക് കാർഡ് വെച്ച് ടാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞില്ല, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കയറിക്കോ, യാത്ര ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ബസ്സിൽ യാത്ര ചെയ്ത് ഈ റിവറിന്റെ സൈഡിൽ വന്നേക്കോണേ. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് ബോട്ടിംഗ് ഉണ്ട്. അതായത് നമ്മൾ നോർമൽ ക്രൂയിസ് അല്ല, ഏതാ സിറ്റി കാറ്റ് എന്ന അതിന്റെ പേര് കേട്ടോ. അപ്പോ നമ്മളുടെ ഗവൺമെന്റിന്റെ ബോട്ടില് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്, ഫെറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോ പൈസയും കുറവാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് അതിന്റെ അകത്തൊന്ന് കയറാമെന്ന് കേട്ടോ. അപ്പോ ഇതാട്ടോ ക്രൂയിസ് സിറ്റി കാറ്റ്. ഇഷ്ടംപോലെ ബോട്ടുകൾ ഉണ്ടായിരുന്നുണ്ടോ, അവിടെ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പബ്ലിക് ബസ് പോകുന്ന പോലെ തന്നെ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത ബോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടി പറ്റും നോക്കാവേ. നമ്മളിൽ ഗോ കാർഡ് ഇല്ല, അല്ലാതെ ഡെബിറ്റ് കാർഡിൽ ടാപ്പ് ചെയ്യാം. ആണോ, ചോദിച്ചോ ആരെങ്കിലും? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഡെബിറ്റ് കാർഡ് വെച്ച് ടാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ. നല്ല സ്റ്റൈലും ബോട്ടാണ്, നല്ല സ്പോർട്സ്, നമ്മൾ ലംബോർഗിനിയുടെ ഒക്കെ ഷേപ്പ്. അപ്പൊ ബോട്ടിൽ നിന്ന് ഒരു പാലോട്ട് കൊടുത്തു കേട്ടോ ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ നല്ല സേഫ് ആയിട്ട് ഇറങ്ങാം, ചാടി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുണ്ടോ, നമ്മളിവിടെ ചോദിച്ചപ്പോഴത്തേക്കും അവര് പറഞ്ഞു ഇത് വലിയ ഷിപ്പല്ല ബോട്ട്. ഇത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിവിടെ എത്താൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ പിടിക്കും. കാര്യം ഇത് സിറ്റിയുടെ അകത്ത് മാത്രമല്ല, കുറച്ചുകൂടെ ദൂരത്തേക്കാണ് പോണേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ സിറ്റിയുടെ അകം മാത്രം കണ്ടാൽ മതിയെങ്കിൽ ചെറിയ ബോട്ടിൽ കയറാൻ വേണ്ടി പറഞ്ഞു. അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് സിറ്റിയുടെ അകത്ത് മാത്രം ഇറങ്ങി പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു കേട്ടോ. അതിന്റെ സ്പീഡ് നോക്കി, ഇത്രയും വലിയ ഷിപ്പ് ബോട്ട്. ഫ്രണ്ട്സ്, ഇതുണ്ടോ ഈ സ്റ്റെയർ കേസ് നല്ല സേഫ്റ്റി ആണ്. ആൾക്കാർ നമ്മുടെ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും
മറിഞ്ഞു പോകും അല്ലെങ്കിൽ മറിഞ്ഞു വീഴും, സൈഡിൽ ഗ്യാപ്പിലൂടെ താഴത്തേക്ക് പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് വിടാം. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന പോലെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വന്ന ബോട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയ ബോട്ടാണ്. അതെന്ന് പറയുമ്പോഴത്തെ അതിന്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് ഈ സെയിം സ്പോട്ടിൽ എത്തുള്ളൂ. അപ്പൊ നമുക്ക് 3 മണിക്കൂർ നമ്മുടെ ബോട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കാനുള്ളൊരു നമുക്ക് മൈൻഡില്ല. അപ്പൊ അതുകൊണ്ട് അവര് തന്നെ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ടൂർ സിറ്റിയുടെ അകത്തുള്ള ടൂർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ബോട്ടിൽ കയറാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പൊ അതാണ് ചെറിയ ബോട്ട്. നമുക്ക് അതിന്റെ അകത്ത് നോക്കി നോക്കാം. അങ്ങനെ നമ്മളുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇതാണ് നമ്മൾ വന്ന ബോട്ടെ, കിറ്റി കാറ്റ്. ചെറിയ ബോട്ടായിരുന്നു, പക്ഷെ അടിപൊളി, നല്ല സ്പീഡുണ്ട് എന്തായാലും. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചക്കത്തെ. അപ്പോൾ ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ സിഡ്നി സ്ട്രീറ്റ് കേട്ടോ, അതാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര്. അടിപൊളി, നമ്മുടെ ബ്രിസ്ബെയിൻ അടിപൊളിയാണ് കേട്ടോ, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ വിൻ്റർ ആയതുകൊണ്ടാണ്, സമ്മർ ആകുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും വിൻ്ററിൽ വന്നിട്ട് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറ് വിളമ്പിയിട്ടാ. ചോറും പപ്പടം, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കടല ഫ്രൈ, പിന്നെ മീൻകറി ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഇതാണ് ഉപയോഗിക്കുന്നത്, കേരള ഫിഷ് കറി. കണ്ടോ, നല്ല എരിവുള്ള മീൻകറിയാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നുള്ളൂ. വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രാവലിൽ പോകുമ്പോൾ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചോറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ തുടങ്ങണം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും ബോട്ടിൽ കയറാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് വന്നായിരുന്നു, ഒരു വലിയൊരു ബോട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കയറാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പൈസ ടാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് വെച്ച് ടാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞവർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഓൾറെഡി ഫ്രീ സർവീസ് ഉള്ളപ്പോൾ പിന്നെ പൈസ കൊടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയില്ല കേട്ടോ. നമ്മൾ ഇനിയിപ്പം ചെറിയ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ, ഫ്രീ സർവീസിൻ്റെ. യെസ്, ഇതുണ്ടോ, ഞാൻ ബിഗ് ബോട്ട് കേട്ടോ. അടുത്ത ബിഗ് ബോട്ടും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയ ബോട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് കയറാവേ. നമ്മൾ ബ്രിസ്ബെയിൻ സിറ്റിയുടെ അകത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഈവനിങ് വാക്ക് സിറ്റിയുടെ അകത്തുകൂടി. നമ്മളിങ്ങനെ സിറ്റി വാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്, അതായത് ഒരു മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പകർത്തിയേക്കാന്ന് വിചാരിച്ചേ. അത്യാവശ്യം കോഫി ഷോപ്പും ബർഗറും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെടിക്കട, പൂക്കട, അങ്ങനത്തെ സെറ്റപ്പ്, ഫ്രൂട്ട്സ് കട.
നമ്മളൊരു വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിയിട്ടാ. അപ്പൊ നോക്കുമ്പോൾ ഒരാളിരുന്ന് ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ. ഫ്രണ്ട്സ് കണ്ടോ, ക്വീൻ സ്ട്രീറ്റ് മാൾ കേട്ടോ. ഇങ്ങനത്തെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കൂടി ഈവനിങ്ങിൽ നടക്കാൻ അടിപൊളിയാട്ടോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അതിപ്പോൾ മെൽബൺ ആണെന്നുണ്ടെങ്കിലും ബ്രിസ്ബെയിൻ ആണെങ്കിലും സിഡ്നിയിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല, എന്തായാലും ലണ്ടൻ ആണെങ്കിലും ഡബ്ലിൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ബേബി എവിടെ കയറിയിരിക്കണത് ഫ്രണ്ട്സ്? ഇതുണ്ടോ മേല നോക്കി. ഇതുണ്ടോ, ഇത് ബസ് സ്റ്റേഷനാണ്. നമ്മുടെ റോഡ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴത്തേക്ക് ആൾക്കാർ ഇറങ്ങി പോകുന്നത് ബസ്സിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ട്രെയിനിൽ പോകുന്ന പോലെ ലണ്ടനിൽ. എന്തായാലും അടിപൊളിയുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഇരുട്ട് വീണൂട്ടാ ബ്രിസ്ബെയിൻ സിറ്റിയിൽ. വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ടും. അപ്പോൾ 5:30 ആയിട്ടില്ല, 5:25 ആയിട്ടുള്ളൂ, പക്ഷേ ഇരുട്ടി. കണ്ട എന്റെ ബേബി കോറിക്ക് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വേതാളം വിക്രമാദിത്യന്റെ മേളിലിരുന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ സൺഷൈൻ കോസ്റ്റിലേക്ക് പോകുന്ന വഴിയാട്ടാ. നമ്മുടെ സൺഷൈൻ കോസ്റ്റിന്റെ ബോർഡെല്ലാം വന്നു തുടങ്ങി. ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട് കേട്ടോ സൺഷൈൻ. 1 മണിക്കൂർ 7 മിനിറ്റാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സൺഷൈൻ കോസ്റ്റിലുള്ള മോട്ടലിലേക്ക് എത്തിയിട്ടോ. അതായത് ചെറിയ റൂമാണ്, ബങ്ക് ബെഡ് ആണ്. ഇതുണ്ടോ മേളിൽ ഒരു സിംഗിൾ ബെഡ്, താഴത്തൊരു ക്വീൻ സൈസ്. ക്വീൻ ആണോ ഡബിൾ ആണോ എന്നറിയില്ല. ഓക്കെ, എന്തായാലും താഴത്ത് 3 വീക്ക് കിടക്കാം. അങ്ങനെ ഒരു സെറ്റപ്പാണ്. പിന്നെ നമ്മളുടെ ബാഗെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു TV ഉണ്ട്, യൂട്യൂബെല്ലാം വർക്ക് ചെയ്യും. പിന്നെ എന്താ പറയുക, ഒരു AC ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളതും ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു കിച്ചണേ കേട്ടോ. ഫുൾ സ്റ്റീൽ ടേബിളൊക്കെ ഇട്ടിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, നല്ല വെൽ അറേഞ്ച്ഡ്. കുറേ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും കുറച്ച് മസാലപ്പൊടി കാര്യങ്ങളൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാബേജ് ഇന്ന് രാത്രിത്തേക്കും നാളെ ഉച്ചക്കത്തേക്കുമായിട്ട് ക്യാബേജ് തോരൻ, ഇന്ന് രാത്രിത്തെ മുട്ടക്കറി, പിന്നെ നാളത്തേക്കുള്ള ട്യൂണ അല്ലേ, ട്യൂണ കറി, ട്യൂണ റാപ്പ്. ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി ഈ മോട്ടലിനെ വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല, അതായത് സമയം കിട്ടിയില്ല. ഫുള്ള് തിരക്കായിരുന്നു, കുക്കിങ്ങും പിള്ളേർക്കുള്ള ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടെ. ഇന്നലെ കിടന്നപ്പോൾ തന്നെ ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി നിന്ന ഹോട്ടൽ എങ്ങനെയാണെന്നുള്ളത്.